ഹായ് എവരിവൺ, ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ്ലി പഠിക്കാൻ സാധിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സ്വിംഗ് ട്രേഡിംഗ് എന്നും എങ്ങനെ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാമെന്നും അതിൻ്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മൈ നെയിം ഇസ് അഖിൽ. വെൽക്കം ടു എൻട്രിഫിൻ അക്കാഡമി. അപ്പോൾ എന്താണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രേഡിംഗ് സ്റ്റൈലുകളാണ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രേഡിംഗ് സ്റ്റൈലുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്? അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന അന്ന് തന്നെ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുകയും അന്ന് തന്നെ എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ട്രേഡേഴ്സ് ഒരു ആക്റ്റീവ് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ കൂടുതൽ സമയവും അവർക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശവും ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് ഉണ്ടായിരിക്കും. കൂടാതെ നല്ല സ്കില്ലുള്ള ആളുകളും ഇൻട്രാഡേ ട്രേഡായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ആണ്. സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്ന് പറയാൻ സാധിക്കും. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ദിവസം എന്ന് പറയുന്ന സമയത്ത് 2 മുതൽ കുറച്ച് ആഴ്ചകൾ നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുകയും ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇൻട്രാഡേ ട്രേഡിംഗ് ആ സമയത്ത് ഒരു ദിവസം മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അന്ന് തന്നെ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഇടപാടാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സ്വിംഗ് 2 മുതൽ കുറച്ച് ആഴ്ചകൾ നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്ന ട്രേഡിംഗ് സ്റ്റൈലാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് തീരെ മാർക്കറ്റ് നോക്കാൻ സമയം ഇല്ലാത്ത ആളുകളായിരിക്കും കൂടുതൽ ഈ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റിംഗ് രീതി ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു ആക്റ്റീവ് ഇൻകം അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം എന്നുള്ളതിലുപരി ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം. മാർക്കറ്റ് നോക്കാനും സമയം ഉണ്ടാകത്തില്ല. വർക്കിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും, മാർക്കറ്റ് നോക്കാൻ തീരെ സമയം ഉണ്ടാകത്തില്ല. കൂടാതെ സ്കില്ല് കുറച്ച് കുറവുള്ള ആളുകളൊക്കെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. കുറച്ചുകൂടെ സേഫാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം സ്വിംഗ് ട്രേഡിംഗ് ആണല്ലേ. അപ്പം എന്താണ് സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. Swing trading is a trading style where traders hold a position for a few days to a few weeks to capture medium term price movements in the market. അതായത് ഒരു ഷോർട്ട് ടൈം പീരീഡിൽ ഒരു പ്രൈസ് മൂവ്മെൻറ്റും ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് സ്വിംഗ് ട്രേഡേഴ്സ് ഉദ്ദേശിക്കുന്നത്. സ്വിംഗ് എന്നുള്ള പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും ഒരു ഊഞ്ഞാൽ, ഒരു ആട്ടം അല്ലെ, ഒരു ഉയർച്ച. ആ ഒരു ഉയർച്ച ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് സ്വിംഗ് ട്രേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കീ പോയിൻറ്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 2 മുതൽ 3 ആഴ്ച വരെയാണ്. 2 മുതൽ 3 ആഴ്ച വരെയാണ് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ചില സാഹചര്യത്തിൽ അത് 1 മാസം മുതൽ 3 മാസം വരെ പോകാറുണ്ട്. അപ്പം നമുക്ക് പറയാൻ സാധിക്കും 2 മുതൽ ഒരു മാക്സിമം പിടിച്ചു കഴിഞ്ഞാൽ ഒരു 3 മാസം വരെ നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്വിംഗ് ട്രേഡ് എന്ന് പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ചർ മീഡിയം സൈസ് പ്രൈസ് മൂവ്സ് എടുക്കുക എന്നുള്ളതാണ്. ഒരു ഷോർട്ട് ടൈം പീരീഡിൽ ഉണ്ടാകുന്നതല്ല, മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന എല്ലാ റാലിയും പിടിച്ചെടുക്കുക എന്നുള്ളതല്ല. ഒരു ഷോർട്ട് ടൈം പീരീഡ് മൂവ് മാത്രം, ഒരു സ്വിംഗ് മാത്രം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് ക്യാപ്ചർ ചെയ്ത് അത് റിട്ടേൺ ആക്കി എടുക്കുക എന്നുള്ളതാണ് സ്വിംഗ് ട്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചാർട്ട്സ് യൂസ് ചെയ്യുന്നത് ഏത് ടൈം ഫ്രെയിം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 അവർ, ഡെയിലി ആൻഡ് വീക്കിലി. നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിമുകൾ 4 അവറിന് താഴെ ആയിരിക്കും. മേ ബി 4 അവർ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ 1 അവർ യൂസ് ചെയ്യാം, അതുപോലെ 5 മിനിറ്റ്സ് യൂസ് ചെയ്യാം, 50 മിനിറ്റ്സ് യൂസ് ചെയ്യാം. ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ്സ്, 30 മിനിറ്റ്സ്, 1 അവറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. എൻട്രി പ്ലാൻ ചെയ്യാൻ വേണ്ടി, ഒരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് 50 മിനിറ്റ്സ്, അതിൻ്റെ ബിലോ 5 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയായിട്ടായിരിക്കും നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് ലെസ് സ്ക്രീൻ ടൈമാണ്. വളരെ കുറഞ്ഞ സമയമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന ആ ഒരു ദിവസം മുതൽ അല്ലെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ആ ഒരു സമയം മുതൽ എക്സിറ്റ് ചെയ്യുന്ന ആ സമയം വരെ നമ്മൾ മേ ബി സ്ക്രീനിൽ നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. സ്വിംഗ് ട്രേഡ് ആകുന്ന സമയത്ത് ആ ഒരു സ്റ്റോക്ക് കണ്ടെത്തുക, ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ആ ഒരു സമയം മാത്രമേ നമ്മൾ അതിൻ്റെ അകത്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ. ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ട്രേഡായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക, ചിലപ്പം 2 ആഴ്ച കൂടുമ്പോൾ ഒരു 2 or 3 ട്രേഡുകളായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ഇനിയിപ്പോൾ ഒരു മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 or 6 or 7 ട്രേഡുകളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ സമയം
സ്ക്രീൻ ടൈം വളരെയധികം കുറവാണെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോവർ സ്ട്രെസ് കമ്പയർഡ് ടു ഡേ ട്രേഡിംഗ് ആണ്. ശരിയായ കാര്യം തന്നെയാണ്. നമ്മൾ ഡേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അന്ന് ലാഭം ഉണ്ടാകുമോ, നഷ്ടമായി പോകുമോ എന്നുള്ള ടെൻഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സ്വിംഗ് ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം 2 മുതൽ കുറച്ച് അധികം ദിവസം നമ്മൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ്സ് വളരെയധികം കുറവായിരിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തത് ഹയർ റിവാർഡ് ടു റിസ്ക് ആണ്. അതായത് റിസ്കിനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ലൊരു റിവാർഡ് കിട്ടാനുള്ള സാധ്യത സ്വിംഗ് ട്രേഡിങ്ങിൽ കൂടുതലാണ്. അടുത്തത് ലെസ് നമ്പർ ഓഫ് ട്രേഡ്സ് ഈസ് ഈക്വൽ ടു ലെസ് മിസ്റ്റേക്ക് ആണ്. ശരിയാണല്ലേ? അതായത് നമ്മൾ വളരെ കുറഞ്ഞ ട്രേഡുകളാണ് എടുക്കുന്നത്. മാസം 6, 7, 8 ട്രേഡുകളൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കുക. ട്രേഡിൻ്റെ എണ്ണം വളരെയധികം കുറവാണ്. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം തന്നെ 4, 5 ട്രേഡുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ലെസ് നമ്പറാണ് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്കും അവിടെ വളരെയധികം കുറവായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് സ്ലീപ്പ് വിത്തൗട്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ്സ് കുറവായിരിക്കും. കാര്യം നമ്മൾ ട്രേഡിൻ്റെ എണ്ണം കുറവാണ്, മിസ്റ്റേക്ക് കുറവാണ്, നല്ല റിവാർഡ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ദിവസം നമുക്ക് നഷ്ടം ഉണ്ടായി. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഇന്നലെ നമുക്ക് നല്ലൊരു ലാഭം കിട്ടുന്നതായിരിക്കും ഇൻട്രാഡേ ട്രേഡ് ചെയ്തിട്ട്. അപ്പോൾ ആ സന്തോഷത്തിൽ നമ്മൾ എന്തെങ്കിലും ചിലവൊക്കെ നടത്തി, ഒരു സുഹൃത്തിന് ചിലവ് കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആ ഒരു ലാഭം കിട്ടിയതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് എടുത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചിലവാക്കിയെന്ന് കരുതാം. നെക്സ്റ്റ് ഡേ സെയിം എമൗണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ലാഭം നെക്സ്റ്റ് ഡേയിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വളരെയധികം വിഷമത്തിലായിരിക്കും നമ്മൾ. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സ്വിംഗ് ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങൾ വളരെയധികം കുറവായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് 2 അതിലധികമോ ദിവസം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഹോപ്പ് ഉണ്ടായിരിക്കും, നമുക്ക് വിൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ പൊതുവേ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമാണ്, സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊതുവേ പറയാറുള്ളത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരും വർക്കിനിടയിൽ ട്രേഡ് ചെയ്യാൻ പറ്റാത്തവരും ഇഷ്ടപ്പെടുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈലാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി ഏരിയാസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അല്ലേ. ഏതൊക്കെ സ്ഥലങ്ങളിൽ നമുക്ക് സ്വിംഗ് ട്രേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ. മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് സൈഡ് ബൈ സൈഡ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ എന്നുള്ള കേസൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നമ്മൾ ചാനൽ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു റെസിസ്റ്റൻസ് സോണും സപ്പോർട്ട് സോണും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് സപ്പോർട്ടിനെയും റെസിസ്റ്റൻസിനെയും റെസ്പെക്റ്റ് ചെയ്ത് കൊണ്ടിട്ടാണെന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാണുന്നത് റെസിസ്റ്റൻസ് ഏരിയ ആണ്, ഈ കാണുന്നത് സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് സപ്പോർട്ടിലെത്തുന്ന സമയത്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. റെസിസ്റ്റൻസ് ബേസ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് താഴേക്ക് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ടിനെയും റെസിസ്റ്റൻസിനെയും റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. വൺസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ റെസിസ്റ്റൻസ് ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അടുത്തൊരു സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അപ്പം എവിടെയാണ് നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് സൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ബേസ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ കേസല്ല ഞാൻ പറയുന്നത്. ഇക്വിറ്റി ബേസ് ചെയ്ത് ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവണം, അതിന് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആകുമ്പോഴാണ് നമുക്ക് ലാഭം കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ എവിടെയൊക്കെ ആയിരിക്കും മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്? ഈ ഒരു ലെവൽ നോക്കുന്ന സമയത്ത് സപ്പോർട്ട് ലെവലിൽ എത്തുന്ന സമയത്ത് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടല്ലേ. സപ്പോർട്ട് ലെവലിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ എവിടെയാണ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് താഴേക്കാണ് പോകുന്നത് അല്ലേ, പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. സപ്പോർട്ട് ലെവലിൽ നമുക്ക് ഓക്കെയാണ്. സപ്പോർട്ട് ലെവലിൽ എത്തുന്ന സമയത്ത് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതിപ്പോൾ ഒരു 100 രൂപയുടെ റേഞ്ചാണെന്ന് കരുതാം. ഓക്കെ, 100 രൂപയുടെ ഒരു സപ്പോർട്ട് റേഞ്ചാണ്. 100 രൂപ എന്ന് പറയുന്ന ആ സപ്പോർട്ട് റേഞ്ചിൽ എത്തുന്ന സമയത്ത് തിരിച്ച് മാർക്കറ്റ് ഒരു 110ലേക്കും 120ലേക്കും ഒക്കെ മൂവ് ചെയ്യുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എപ്പോഴാണ്? ഇനി ഇവിടെ നമുക്കൊരു 200 രൂപയാണെന്ന് കരുതാം. അപ്പോൾ 200 രൂപയിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. 200 രൂപയിൽ എത്തുമ്പോഴൊക്കെ എന്താണ്, താഴേക്കാണ് പോകുന്നത് മാർക്കറ്റ് അല്ലേ. 190, 180 റേഞ്ചിലേക്കൊക്കെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പക്ഷേ വൺസ് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത സമയത്ത് പിന്നെ പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് 220, 230 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മുകളിലേക്ക് പോകുന്ന കാണാൻ സാധിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് നടത്തുന്ന ഏരിയകൾ നമുക്ക് സ്വിംഗ് പ്ലാൻ ചെയ്തുകൂടെ അല്ലേ. പുതിയ റെസിസ്റ്റൻസ് ലെവൽ വരെ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മൊമെൻറ്റം നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ ഫൈനലി പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ഏരിയകളും റെസിസ്റ്റൻസ് ബ്രേക്ക് നടക്കുന്ന ഏരിയകളും നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിബിൾ ആയിട്ടുള്ള ഏരിയാസാണ്. അപ്പോൾ 2 ഏരിയാസാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സപ്പോർട്ടിൽ നിന്ന് റിവേഴ്സ് ആവുന്ന ഏരിയകളും റെസിസ്റ്റൻസ് ബ്രേക്ക് നടക്കുന്ന ഏരിയകളും നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
പറ്റുന്ന ഏരിയകളാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ മനസ്സിലാക്കി റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് നടക്കുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാം, അതുപോലെ തന്നെ സപ്പോർട്ടിൽ നിന്ന് റിവേഴ്സ് ആവുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റെസിസ്റ്റൻസ്. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് ലെവൽ. ഇപ്പോൾ നമ്മളൊരു സോൺ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈസ് റേഞ്ചിൽ ഒതുങ്ങുന്നതായിരിക്കില്ല നമ്മുടെ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് ഇവിടെ ഒരു 100 രൂപയുടെയും ഒരു 102 രൂപയുടെയും ഒരു സോണാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ വരുമല്ലോ, അവിടെ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് പോസിബിൾ ആണ്. അപ്പം റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് നടത്തുന്ന ഏരിയകളിൽ എങ്ങനെ സ്വിംഗ് ട്രേഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയാണ്. ഓക്കെ, ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി. അപ്പോൾ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി നോക്കുന്ന സമയത്ത് എന്തൊക്കെ ചെക്കിംഗ് പോയിൻറ്റ്സ് ഉണ്ട് നോക്കാം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ എ സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവൽ. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന ലെവൽ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഏരിയ, ഇതിപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് വിചാരിക്കാം, ഇവിടെ മൾട്ടിപ്പിൾ ടൈംസ് റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ളൊരു ഏരിയ ആയിരിക്കണം. ആ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ചെക്കിംഗ് പോയിൻറ്റ്സിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ എ സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലാണ്. ഇനി രണ്ടാമത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിലോ, ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ മസ്റ്റ് ക്ലോസ് എബോവ് റെസിസ്റ്റൻസ്. അപ്പം ബ്രേക്ക് ഔട്ട് നടത്തുന്ന ക്യാൻഡിൽ, ഓക്കെ, റെസിസ്റ്റൻസ്, നമ്മൾ നേരത്തെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് വരച്ചല്ലേ, ആ റെസിസ്റ്റൻസ് പോയിന്റിൽ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ഉണ്ടായിരിക്കും അല്ലേ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ അവിടെ ഫോം ചെയ്യും അല്ലേ. ആ ക്യാൻഡിൽ ക്ലോസിങ് സ്ട്രോങ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം എന്നുള്ളതാണ് അടുത്ത ഒരു ചെക്കിംഗ് പോയിന്റ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വോളിയം സ്പൈക്ക് കൺഫർമേഷൻ. ഇത്തരത്തിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയങ്ങളിൽ വോളിയം, ഓക്കെ, ആളുടെ പാർട്ടിസിപ്പേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. പാർട്ടിസിപ്പേഷൻ നല്ല രീതിയിൽ വന്നാലേ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇനി നാലാമത്തെ കേസ്, വീക്ക്ലി ആൻഡ് ഡെയിലി ക്യാൻഡിൽ ആർ ദ ബെസ്റ്റ് ടൈം ഫ്രെയിം ഫോർ സ്വിംഗ് ട്രേഡ് ബ്രേക്ക് ഔട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഏത് ടൈം ഫ്രെയിം ആയിരിക്കും ഈ ബ്രേക്ക് ഔട്ട് കൺഫർമേഷനൊക്കെ നോക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാൻഡിൽസ് എന്ന് പറയുന്നത് വീക്ക്ലി ആൻഡ് ഡെയിലി ക്യാൻഡിൽസ് ആണ് കേട്ടോ. നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന പോലെ 5 മിനിറ്റ്സോ 50 മിനിറ്റ്സോ, അതായത് ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോവാതെ കുറച്ചുകൂടെ ഹയർ ടൈം ഫ്രെയിം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ വീക്ക്ലി ആൻഡ് ഡെയിലി ക്യാൻഡിൽ ആണ് ഏറ്റവും നല്ല ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ആ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം വീക്ക്ലിയും ഡെയിലിയും നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അതിൽ വീക്ക്ലി ക്യാൻഡിൽ എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീക്ക്ലി ടൈം ഫ്രെയിം ഗീവ്സ് സ്ട്രോങ് പവർഫുൾ റിലയബിൾ ബ്രേക്ക് ഔട്ട്സ് ആണ്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിമാണ് വീക്ക്ലി എന്ന് പറയുന്നത്. വീക്ക്ലി ടൈം ഫ്രെയിം എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്, എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്? അതായത് മൺഡേ ഓപ്പൺ ചെയ്യും, ഫ്രൈഡേ ക്ലോസ് ചെയ്യും, വീണ്ടും പുതിയ വീക്ക്ലി ക്യാൻഡിൽ മൺഡേ ആണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടെ സ്ട്രോങ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, വൈ വീക്ക്ലി ഈസ് പവർഫുൾ. എന്തുകൊണ്ടാണ് വീക്ക്ലി ക്യാൻഡിൽ പവർഫുൾ എന്ന് പറയുന്നത്? അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് വീക്ക്ലി ബ്രേക്ക് ഔട്ട്. നമുക്കറിയാം മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. FIAസും DAസും പോലുള്ള ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സിനെ കൊണ്ട് മാർക്കറ്റിനെ വലിയ രീതിയിൽ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. നമ്മൾ ലക്ഷങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ 1, 2, 3, 4, 5 CR ഒക്കെ ആയിരിക്കും. ഇപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ 10 CR ഒക്കെ ആയിരിക്കും ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും റീറ്റെയിലേഴ്സ് സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലുണ്ടായിരിക്കുക 1000 കോടി, 2000 കോടി, 5000 കോടി ഈ ലെവലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന സമയത്ത് അതിൻ്റേതായ മാറ്റങ്ങൾ നമുക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് വീക്ക്ലി ബ്രേക്ക് ഔട്ട്സ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേക്ക് ബ്രേക്ക് ഔട്ട്സ് ആർ വെരി റെയർ. അപ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് ദെൻ അവിടെ ഒന്ന് ആളുകളെ ഒന്ന് എന്താ പറയുക മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഫേക്ക് ചെയ്യിപ്പിച്ച് തിരിച്ച് താഴേക്ക് പോകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം, റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് എൻട്രി ചെയ്യുന്നു, എന്നിട്ട് ലോസ് ബുക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ, അതായത് മാർക്കറ്റ് റിവേഴ്സായി പോകുന്ന അവസ്ഥ. അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫേക്ക് ബ്രേക്ക് ഔട്ട്സുകൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗീവ്സ് ദ ട്രൂ ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ കുറച്ച് ക്ലീൻ ആയിട്ടുള്ള ഡയറക്ഷൻ നമുക്ക് ഈ ഒരു ടൈം ഫ്രെയിം ഉപയോഗിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് വർക്ക്സ് ബെസ്റ്റ് ഫോർ ലോങ് സ്വിംഗ് ട്രേഡ്സ്. കുറച്ചുകൂടെ ലോങ് പീരീഡിലേക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതായത് 2 മുതൽ 6 ആഴ്ച വരെ നമുക്ക്
ഒരു സ്വിംഗ് ട്രേഡ് റൈഡ് ചെയ്യാം ഈ ഒരു ടൈം ഫ്രെയിം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആണെന്നുള്ളതൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞു 1 മാസം മുതൽ 3 മാസം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ 2 മുതൽ 3 മാസം വരെ നമുക്ക് ഈ സ്വിംഗ് ട്രേഡ് ചെയ്യാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വീക്കിലി ടൈം ഫ്രെയിം ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ 2 മുതൽ 6 ആഴ്ച വരെയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി എപ്പോഴാണ് നമ്മൾ വീക്കിലി ടൈം ഫ്രെയിം യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ അതിലെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടു കൺഫേം മേജർ ബ്രേക്ക്ഔട്ട് ലെവൽ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണോ, ഒരുപാട് തവണ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കേസ് ടു അവോയ്ഡ് ട്രാപ്പുകൾ ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് നടത്തി അവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, ഫെയിലിയർ ആവുന്നുണ്ടോ, താഴേക്ക് തന്നെ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീക്കിലി ക്യാൻഡിൽ യൂസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ടു ഹോൾഡ് ട്രേഡ്സ് ഫോർ ലോങ്ങർ ഡ്യൂറേഷൻ. കുറച്ചധികം സമയം നമ്മൾ ഹോൾഡ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിലും അവിടെ വീക്കിലി കൺഫർമേഷൻ നമ്മൾ നോക്കുന്നത് നന്നായിരിക്കും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വെൻ യു വാണ്ട് ടു മാക്സിമം അക്യുറസി. വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വിൻ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പം വിൻ ചെയ്യാനുള്ളൊരു ആഗ്രഹം നമ്മളുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹയർ ടൈം ഫ്രെയിം യൂസ് ചെയ്തിട്ട് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മൾ നേരെ ഡെയിലി ക്യാൻഡിലേക്ക് നോക്കാം. നേരത്തെ നമ്മൾ വീക്കിലി ക്യാൻഡിൽ പറഞ്ഞു, ഇനി നമ്മൾ ഡെയിലി ക്യാൻഡിൽ എന്തുകൊണ്ട് യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിം ഗിവ്സ് ഫാസ്റ്റർ എൻട്രീസ് ആണ് അല്ലേ. വീക്കിലി ക്യാൻഡിലിനെക്കാട്ടിലും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള എൻട്രീസ് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. വൈ ഡെയിലി ബെസ്റ്റ് ഫോർ എൻട്രി എന്ന് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗിവ്സ് ഏർലിയർ എൻട്രി ദാൻ വീക്കിലി. ശരിയാണ്, ഒരു വീക്കിലി ക്യാൻഡിൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? മൺഡേ ആണല്ലേ. ഫ്രൈഡേ വീക്കിലി ക്യാൻഡിൽ അവസാനിക്കുന്നുണ്ട്. പക്ഷേ ഡെയിലി ക്യാൻഡിലോ മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും ഡെയിലി ക്യാൻഡിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് നടത്തുന്ന ദിവസങ്ങൾ ഇപ്പം മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി കുറച്ചുകൂടെ നേരത്തെ കിട്ടിയല്ലേ. പക്ഷേ വീക്കിലി ക്യാൻഡിൽ റെസിസ്റ്റൻസ് ക്ലോസ് ചെയ്തു, അത് ഫ്രൈഡേ തീരുമാനിക്കപ്പെട്ടുള്ളൂ, പിന്നെ മൺഡേ വേണം പുതിയ ക്യാൻഡിൽ അതിന് മുകളിൽ ഓപ്പൺ ചെയ്യാൻ. അപ്പോഴായിരിക്കും നമ്മൾ എൻട്രിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഡെയിലി ക്യാൻഡിൽ ആവുന്ന സമയത്ത് നമുക്ക് എന്താണ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള എൻട്രി അത് ഏത് ദിവസവും നമുക്ക് കിട്ടാമെന്നുള്ളതാണ്. ഇനി അടുത്തൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീടെസ്റ്റ് പ്ലസ് റിജക്ഷൻ ഈസ് ക്ലിയർലി വിസിബിൾ. റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത സിറ്റുവേഷൻസ്. ഓക്കെ, ഞാൻ ഇവിടെ കാണിക്കാം. ഇപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ അല്ലേ. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, ദെൻ അടുത്ത ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു, അടുത്ത ഡെയിലി ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു. കൃത്യമായിട്ടുള്ള റിജക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ, ആ കൺഫർമേഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഡെയിലി ടൈം ഫ്രെയിം ഉപയോഗിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അടുത്ത കേസ് എന്ന് പറയുന്നത് ഷോസ് ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ സ്ട്രെങ്ത്. ബ്രേക്ക്ഔട്ട് നടത്തുന്ന ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരാഴ്ചയിലെ വീക്കിലി ക്യാൻഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒറ്റ ക്യാൻഡിൽ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഡെയിലി ക്യാൻഡിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ക്യാൻഡിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ബ്രേക്ക്ഔട്ട് നടത്തുന്നതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ക്യാൻഡിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഹെൽപ്സ് പ്ലേസ് സ്റ്റോപ്പ് ലോസ് ടൈറ്റ്ലി. അപ്പോൾ വീക്കിലി ടൈം ഫ്രെയിം ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഹയർ ടൈം ഫ്രെയിം ആണ്, അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് കുറച്ച് വലുതാകാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ. നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടെ താഴെ വേണ്ടി വരും. അപ്പം ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ സ്വിങ്ങിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ കാണിക്കാം എന്തായാലും. അപ്പോൾ കുറച്ചുകൂടെ വലുതാവാനുള്ള ചാൻസസ് ഉണ്ട്. ഡെയിലി ടൈം ഫ്രെയിം ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി അവസാനത്തെ കേസ് എന്ന് പറയുന്നത് ബെറ്റർ റിസ്ക് ടു റിവാർഡ് റേഷ്യോസ് ആണ്. ഓക്കെ, വളരെ ചെറിയ സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നല്ലൊരു റിവാർഡും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഡെയിലി ടൈം ഫ്രെയിം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. ഇനി എപ്പോഴാണ് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അത് ആദ്യത്തേതെന്ന് പറയുന്നത് ടു എൻ്റർ ബ്രേക്ക്ഔട്ട് ട്രേഡ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീക്കിലിയിൽ പോലെ തന്നെ ബ്രേക്ക്ഔട്ട് നടക്കുമ്പോഴാണ്, ക്യാൻഡിൽ ക്ലോസ് കൺഫർമേഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഔട്ട് എൻട്രീസ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഡെയിലി ക്യാൻഡിൽ യൂസ് ചെയ്യേണ്ടത്. ഇനി ടു ക്യാച്ച് എയർലി മൊമെൻറ്റം. ഓക്കെ, ഇപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ സപ്പോസ് ഇപ്പോൾ ഒരു വീക്കിലി ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇപ്പം മൺഡേ ബ്രേക്ക് ചെയ്തു എന്ന് കരുതാം. മൺഡേ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തു, ട്യൂസ്ഡേ ആയ സമയത്ത് ദെൻ ഈ ഒരു ലെവലിലെത്തി. ദെൻ നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ് അല്ലേ. ഇവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കിട്ടണം, അതാണ് നമ്മുടെ ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് പോയി ഫ്രൈഡേ ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു ലെവലിലാണെന്ന് കരുതാം. അപ്പോൾ വീക്കിലി ക്യാൻഡിൽ ഇത്രയും വലിയൊരു സ്ട്രോങ് ക്യാൻഡിലായിട്ടായിരിക്കും ഫോം ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഡെയിലിയിലേക്ക് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, ഡെയിലി ചിലപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു, മൺഡേ ഇവിടെ ബ്രേക്ക് ചെയ്തു, ട്യൂസ്ഡേ നമുക്ക് ഇവിടെ കിട്ടി,
വെനസ്ഡേ ഇവിടെ കിട്ടി, തേഴ്സ്ഡേ ഇവിടെ കിട്ടി, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം നമുക്ക് ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, വീക്കിലി ക്ലോസ് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ച് അധിക സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഡെയിലി ആവുന്ന സമയത്ത് കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ എയർലി മൊമെൻറ്റം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സെറ്റ് SL ജസ്റ്റ് ബിലോ റീടെസ്റ്റ്. നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്, കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. ഇനി അടുത്ത അവസാനത്തെ കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ടു മാനേജ് ദ ട്രേഡ് ഡെയിലി. നമുക്ക് ഡെയിലി ട്രേഡ് മാനേജ് ചെയ്യാൻ പറ്റും. ആ ഒരു ഗുണം കൂടെ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ഉപയോഗിക്കുമ്പോൾ ഉണ്ട്. ഇനി നമ്മൾ എൻട്രി മോഡൽസ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. എൻട്രി ട്രിഗർ റൂൾസ് ആണ് ആൻഡ് എൻട്രി മെത്തേഡ് 1 എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചാർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ് അല്ലേ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. എന്തുകൊണ്ടാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ഡൗൺ സൈഡ് മൂവ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ. മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ഫൈറ്റിങ്ങിനെ അനുസരിച്ചാണെന്നുള്ളത് അറിയാലോ അല്ലേ. ബയേഴ്സ് കൂടുതലായിട്ട് ബൈ ചെയ്യുന്ന സമയത്ത് സെല്ലേഴ്സിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യും. ദെൻ സെല്ലേഴ്സ് അഗ്രസീവായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ ബയേഴ്സിനെ ഫൈറ്റ് ചെയ്തിട്ട് മാർക്കറ്റിന് താഴേക്ക് പോകാൻ പറ്റുമെന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ അവിടെ അഗ്രസീവായിട്ടുള്ള സെല്ലേഴ്സ് വന്നു, നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുന്നതായിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് നമുക്കിത് പറയാൻ സാധിക്കുന്നുണ്ട് അല്ലേ. മാർക്കറ്റ് പിന്നെ ഒരു ബോട്ടം ലെവലിൽ നിന്ന് തിരിച്ച് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്, അപ്പ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വീണ്ടും ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ എത്തിയ സമയത്ത് മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ സ്ട്രാറ്റജി പറഞ്ഞ പോലെ വൺസ് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഞാനിവിടെ വീക്കിലി ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വീക്കിലി ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് എൻട്രി നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ വോളിയം നല്ല രീതിയിൽ അവിടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, കമ്പാരിറ്റീവ്ലി നേരത്തെ ഉണ്ടായതിനെക്കാട്ടിലും കുറച്ചുകൂടെ വോളിയം ബിൽഡപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നല്ലൊരു പാർട്ടിസിപ്പേഷൻ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ എൻട്രി മോഡൽ പറയുന്നത് ബൈ വെൻ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ക്ലോസ് എബോവ് റെസിസ്റ്റൻസ് ലെവൽ. റെസിസ്റ്റൻസ് ലെവലിൻ്റെ നിയർ ബൈ ആയിട്ട് നമുക്ക് ക്ലോസിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടെ എൻട്രി പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ്. ഇതാണ് ബ്രേക്ക് ഔട്ട് എൻട്രിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുത്തു, ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ലാസ്റ്റ് സ്ട്രോങ് സ്വിങ്ങിൻ്റെ താഴെ ആയിട്ടുള്ള പോയിന്റിൽ വെക്കുന്നതാണ് സേഫ്. പിന്നെ ഇവിടെയും വെക്കാൻ നമുക്ക് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ്, ചിലപ്പോൾ ഒന്ന് വയലേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഏറ്റവും സേഫായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നത് ലാസ്റ്റ് സ്വിങ്ങിൻ്റെ താഴെയാണ് അല്ലേ. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ബയേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണത്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ വരെ വന്നാലും തിരിച്ച് പോകും, മുകളിലേക്ക് പോകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഇനി മേ ബി ഇത് ബ്രേക്ക് ഡൗൺ ചെയ്താലോ ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എൻട്രി മോഡലാണ് ബ്രേക്ക് ഔട്ട് പ്ലസ് റീടെസ്റ്റ് എൻട്രി മോഡൽ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ബ്രേക്ക് ഔട്ട് എൻട്രി ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റെസിസ്റ്റൻസ് ലെവലിൻ്റെ മുകളിൽ ഒരു വീക്കിലി ക്യാനിൽ ക്ലോസ് ചെയ്യുന്നു, അതിൻ്റെ നിയർ ബൈ ആയിട്ട് പുതിയൊരു ക്യാനിൽ ഓപ്പൺ ചെയ്യുന്നു. ആ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, മൾട്ടിപ്പിൾ റിജക്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ പോയിന്റിലൊക്കെ മൾട്ടിപ്പിൾ റിജക്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. വൺസ് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്സൈഡിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെയും ഞാൻ വീക്കിലി ക്യാനിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ റെസിസ്റ്റൻസ് ലെവലിൽ എത്തിയ സമയത്ത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ വീക്കിലി ക്യാനിൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല അല്ലേ. അടുത്ത വീക്കിലി ക്യാനിൽ ഇവിടെ ഓപ്പൺ ചെയ്തു, ദെൻ വീണ്ടും ആ റെസിസ്റ്റൻസ് ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത് ആ ഒരു വീക്കും. ദെൻ നെക്സ്റ്റ് വീക്കാണ് വളരെ സ്ട്രോങ് ആയിട്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാനിലാണ് നമുക്ക് ബ്രേക്ക് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് വീക്കിലി ക്യാനിൽ പോയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ, ഈ ഒരു ഏരിയകളിലാണ് നമുക്ക് എൻട്രി വേണ്ടത് അല്ലേ. അപ്പം 100 രൂപയ്ക്ക് മുകളിലാണ് നമ്മളെ എൻട്രി പ്ലാനെങ്കിൽ നമ്മൾ 110 പോയിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, വീക്കിലി ക്യാനിൽ 110 പോയിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുമോ? ഇല്ല. അപ്പം 100 രൂപയ്ക്ക് തൊട്ടടുത്തായിട്ടുള്ള 101, 102 റേഞ്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യുന്നത് ഏറ്റവും നല്ലത് അല്ലേ. ഏറ്റവും നല്ല ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറയുന്നത് അതാണ്. നമ്മളിപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി മേടിക്കാൻ പോയി. അപ്പോൾ 25 രൂപയായിരുന്നു തക്കാളിയുടെ വില ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വാങ്ങിക്കാൻ പോയ സമയത്ത് തക്കാളിയുടെ വില 45 രൂപയെന്ന് കരുതാം. ഒരു കറിക്ക് ആവശ്യമുള്ളതാണ്. ആ ഒരു സമയത്ത് എന്തായിരിക്കും ചെയ്യുക?
ഒന്നെങ്കിൽ തക്കാളി വാങ്ങാതിരിക്കും, അല്ലെങ്കിൽ കുറച്ച് തക്കാളി വാങ്ങും. ഇതല്ല നമ്മൾ ചെയ്യുക. നമ്മൾ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. അതായത് 260 എന്ന് പറയുന്നൊരു പ്രൈസ് അവിടെ വന്നിട്ടുള്ളത്. 260 രൂപ 261 രൂപയ്ക്ക് കിട്ടിയാലാണ് നമ്മൾ വാങ്ങിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ വീക്കിലി ക്യാനിൽ ക്ലോസ് ചെയ്ത് കൺഫർമേഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് പോയി ക്ലോസ് ചെയ്തിരിക്കുന്നത് 270 275 റേഞ്ചിലാണ്. ഓക്കെ, അങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യും? തിരിച്ച് നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. ഒന്നെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങും. റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തു, അതിന് മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സ് ഉണ്ട്. ദെൻ മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി വാങ്ങാനുള്ള ഒരു ചാൻസസ് ഉണ്ടല്ലേ. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി നമുക്ക് പർച്ചേസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഒരു 100 ക്വാണ്ടിറ്റിയാണ് ഇതിൻ്റെ അത് പർച്ചേസ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ഒരു 30 ക്വാണ്ടിറ്റിയൊക്കെ തൽക്കാലം വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതും നല്ലൊരു തീരുമാനമാണ്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ക്യാൻഡിലും അപ്സൈഡിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. അതിനടുത്ത ക്യാൻഡിലും അതായത് 2-3 ആഴ്ചത്തോളം നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിലേക്ക് വന്നിട്ടില്ല. അതിനടുത്ത ആഴ്ച മുതലാണ് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, വീക്കിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തത് അടുത്ത 3-ാമത്തെ ആഴ്ച മുതലാണ്. അതായത് ഒരു മാസത്തിൻ്റെ പുറമെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ ഒരു ബ്രേക്കൗട്ട് നടത്തിയതിന് ശേഷം എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള എൻട്രി പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്താണ്, തിരിച്ച് ഈ ഒരു പ്രൈസിലേക്ക് വീക്കിലി ക്യാനിൽ വന്ന സമയത്ത്, അല്ലെങ്കിൽ വീക്കിലി ഓർ ഏത് ക്യാനിലായാലും ആ ഒരു പ്രൈസിലേക്ക് വന്ന സമയത്താണ് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുക. ഈ ടൈപ്പ് ഓഫ് എൻട്രിയെ നമ്മൾ പറയുന്നത് റീടെസ്റ്റ് എൻട്രിയാണ്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, അത് ഇതിനകത്ത് പറഞ്ഞില്ലേ, ബ്രേക്കൗട്ട് പ്ലസ് റീടെസ്റ്റ് എൻട്രി. അതായത് നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു എന്നുള്ളത് ഒന്നാമത്തെ കൺഫർമേഷനാണ്. ദെൻ നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിൽ കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. സോ റീടെസ്റ്റ് എൻട്രിയാണ് നമുക്കിവിടെ എടുക്കാൻ പറ്റുക. സോ ഈ ഒരു പോയിന്റിൽ നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഈ ഒരു ഏരിയയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്യാൻ പറ്റും. എന്താണ് ഇവിടെ സംഭവിച്ചത്, റെസിസ്റ്റൻസ് എടുത്തു, ദെൻ ഒന്ന് റിട്രേസ് ചെയ്തു, വീണ്ടും ലെവലിനെ ബ്രേക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഒരു അവസാനത്തെ സ്വിംഗ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, നല്ലൊരു സ്റ്റോപ്പ് ലോസും നല്ലൊരു റിവാർഡും നമുക്കിവിടെ പ്ലാൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു മെത്തേഡാണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് എൻട്രി എന്ന് പറയുന്നത്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് എൻട്രി. അപ്പോൾ ഇതും പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് ലെവലിലാണ് എൻട്രി പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ കൺഫർമേഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത ഒരു ഏരിയ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു അല്ലേ. ഇവിടെ മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുള്ള ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സെല്ലേഴ്സ് ആക്റ്റീവ് ആണ്, ഇവിടെയും സെല്ലേഴ്സ് ആക്റ്റീവ് ആണ്. ഇവിടെയാണ് വീക്കിലി ക്യാനിൽ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് വീക്കിലി ക്യാനിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു മൊമെൻറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ബ്രേക്കൗട്ട് എൻട്രി കിട്ടിയിട്ടില്ല കേട്ടോ. അതായത് വീക്കിലി ക്യാനിൽ റെസിസ്റ്റൻസിന് തൊട്ട് മുകളിലായിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. റെസിസ്റ്റൻസിൽ നിന്ന് തന്നെയാണ് റാലി നടത്തിയിട്ടുള്ളത്. നമ്മൾ ഡെയിലി ക്യാനിൽ ഒരു കേസ് പറഞ്ഞില്ലേ, ഇത്തരം റാലികൾ നമുക്ക് ഡെയിലി ക്യാനിൽ ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യാം എന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ. നമ്മളിവിടെ വീക്കിലി ക്യാനിൽ തന്നെ എടുക്കുവാണ്. അപ്പോൾ വീക്കിലി ക്യാനിൽ എന്താണ്, ഇവിടെ പോയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റീടെസ്റ്റ് എൻട്രിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുക അല്ലേ. തിരിച്ച് ഈ ഒരു പ്രൈസിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷേ അതും അവിടെ നടന്നില്ല. വീണ്ടും മാർക്കറ്റ് അപ്സൈഡിലേക്ക് തന്നെ മൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ അപ്സൈഡിലേക്ക് മൂവ് ചെയ്താലും നമ്മളെന്താണ്, തിരിച്ച് നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ വരെ മാർക്കറ്റ് വന്നു അല്ലേ. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞ സമയത്ത് ഇവിടെ വരെ മാർക്കറ്റ് വന്നു. മാർക്കറ്റ് വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ കുറേ കാലത്തേക്ക് മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്തു. അപ്പം ഓൾറെഡി നമുക്കറിയാം മാർക്കറ്റ് ബുള്ളിഷാണ്, പക്ഷെ നല്ലൊരു വോളറ്റാലിറ്റി ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു അല്ലേ. കൃത്യമായിട്ടുള്ളൊരു എൻട്രി നമുക്ക് തന്നില്ല, ഒരു ബ്രേക്കൗട്ട് എൻട്രിയും തന്നില്ല, ഒരു റീടെസ്റ്റ് എൻട്രിയും നമുക്ക് തന്നില്ല. പക്ഷേ ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ നമുക്ക് ഒരു മൈനർ ട്രെൻഡ് ലൈൻ കാണാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ. ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ ഒരു മൈനർ ട്രെൻഡ് ലൈൻ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പാറ്റേൺ ഫോർമേഷൻ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു കൺസോൾട്ടേഷൻ ഫേസ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ബയേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ. ഇതിനകത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഫൈറ്റിംഗ് ആണ് അല്ലേ. ബയേഴ്സും സെല്ലേഴ്സും ഫൈറ്റിംഗ് ആണ്. ആര് വേണമെങ്കിലും വിജയിക്കാം. ഇവിടുന്ന് താഴേക്ക് പോകാം, അല്ലെങ്കിൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേസ് ബ്രേക്ക് ചെയ്യുന്ന ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നടക്കുന്ന ഏരിയയിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലാൻ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇവിടെയും പ്ലാൻ ചെയ്യാം, ഇവിടെയും പ്ലാൻ ചെയ്യാം. ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ലെവലിൻ്റെ താഴെയാണ്. ഇതും കുറച്ച് അഗ്രസീവായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു എൻട്രിയും നമുക്ക് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം 3 ടൈപ്പ് ഓഫ് മെത്തേഡ്, എൻട്രി മെത്തേഡ് നമ്മൾ ബ്രേക്കൗട്ട് എൻട്രിക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്
പുൾ ബാക്ക് സപ്പോർട്ട് റിവേഴ്സൽ സ്ട്രാറ്റജിയാണ്. അതായത് മാർക്കറ്റ് സപ്പോർട്ട് ലെവലിൽ എത്തുന്ന സമയത്ത് തിരിച്ചൊരു മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നില്ലേ, റിവേഴ്സ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ലേ. സോ ആ ഒരു സമയത്ത് എങ്ങനെയാണ് നമുക്ക് സ്വിംഗ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, സപ്പോർട്ട് ലെവലിൽ നിന്ന് റിവേഴ്സ് ആവുന്ന സിറ്റുവേഷൻസിലും റെസിസ്റ്റൻസ് ബ്രേക്ക് നടത്തുന്ന സിറ്റുവേഷൻസിലും നമുക്ക് സ്വിംഗ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് നടത്തുന്ന സിറ്റുവേഷൻസിൽ എങ്ങനെ സ്വിംഗ് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 3 ടൈപ്പ് ഓഫ് എൻട്രിയെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പുൾ ബാക്ക് ഓർ സപ്പോർട്ട് റിവേഴ്സൽ ട്രേഡ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെക്കിംഗ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നാമത്തത് പ്രൈസ് റിയാക്റ്റഡ് സ്ട്രോങ്ലി ഏർലിയർ. അതായത് സപ്പോർട്ട് ലെവലിൽ ഒരുപാട് തവണ സപ്പോർട്ട് എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 2 to 3 ടച്ചസ് പ്രീവിയസ്ലി. ഒരു 2-3 ടച്ചെങ്കിലും മിനിമം വേണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സപ്പോർട്ട് ലെവലിൽ 2-3 തവണയെങ്കിലും വന്ന് പോകണം എന്നുള്ള കേസാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിം സപ്പോർട്ടാണ്. ഓക്കെ, നമ്മൾ 50 മിനിറ്റ്സോ 1 അവർ ഇൻട്രാഡേക്ക് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാതെ കുറച്ചുകൂടെ ഹയർ ടൈം ഫ്രെയിം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീക്കിലി ഓർ ഡെയിലി ടൈം ഫ്രെയിമുകൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നാലാമത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് നമ്പേഴ്സ് സോണാണ്. ഓക്കെ, നമുക്കറിയാം നിഫ്റ്റി 20,000 ടെസ്റ്റ് ചെയ്തു, 25,000 ടെസ്റ്റ് ചെയ്തു, 15,000 ടെസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു റൗണ്ട് ഫിഗർ ആണല്ലേ. അതുപോലെ തന്നെ നമ്മൾ കണ്ടെത്തുന്ന സ്റ്റോക്കും ഒരു റൗണ്ട് ഫിഗർ സപ്പോർട്ടിലാണ് വരുന്നതെങ്കിൽ അതും ഒരു സാധ്യതയാണ് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 100 രൂപയിലെത്തി, 200 രൂപയിലെത്തി, 500-ലെത്തി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ടും അതിൻ്റെ ഒരു ഡിമാൻഡ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഒരു കൺഫർമേഷൻ മാത്രമാണ് എന്ന് കരുതിയിട്ട് 100 രൂപയിലെത്തിയാൽ തിരിച്ച് പോകണം എന്നുള്ളതല്ല, അവിടെ ഒരു എക്സ്ട്രാ കൺഫർമേഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അഞ്ചാമത്തെ കേസാണ് ക്യാൻഡിൽ കൺഫർമേഷൻ എന്ന് പറയുന്നത്. അതായത് റിവേഴ്സൽ കൺഫർമേഷൻ എടുക്കാൻ പറ്റുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകൾ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകൾ എന്താണെന്നുള്ളതും അതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ക്യാൻഡിൽ കൺഫർമേഷൻ എന്ന് പറയുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാൻഡിൽ പാറ്റേണുകളുണ്ട് അല്ലേ, ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകളുണ്ട്. അതിലിപ്പോൾ ഒന്നാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് സ്റ്റാർ പറയാം, അതുപോലെ തന്നെ ബുള്ളിഷ് എൻഗൾഫിംഗ് പറയാം, ഹാമർ ക്യാൻഡിൽ പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ സപ്പോർട്ട് റേഞ്ചായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതൊരു സപ്പോർട്ട് റേഞ്ചാണ്. മാർക്കറ്റ് ഇങ്ങനെ വരുവാണ്. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ വന്നു, സപ്പോർട്ട് എടുത്തു എന്ന് കരുതാം. ഈ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഹാമർ ക്യാൻഡിൽ അല്ലേ, ഇതാണ് ഹാമർ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഒരു മോർണിംഗ് സ്റ്റാർ ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക്, ഇനി അടുത്തൊരു ക്യാൻഡിൽ ഫോം ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നു, ദെൻ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ, ഈ സെല്ലേഴ്സിനെ എല്ലാം ബീറ്റ് ചെയ്തുകൊണ്ടൊരു സ്ട്രോങ് ബൈയിങ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ക്യാൻഡിൽ മുകളിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ സെഷൻ എടുത്തതാണ്, അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ക്യാൻഡിൽ കൺഫർമേഷൻ കൂടെ നോക്കുക, മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് എടുക്കുക എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ എന്താണ്, നല്ല സപ്പോർട്ടിലാണോ വന്നിട്ടുള്ളത്, ഒരുപാട് തവണ സപ്പോർട്ട് എടുത്തിട്ടുണ്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് റിവേഴ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹയർ ടൈം ഫ്രെയിമിൻ്റെ സപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സാധ്യതയുണ്ട് മാർക്കറ്റ് റിവേഴ്സ് ആവാൻ വേണ്ടിയിട്ട്. നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു റൗണ്ട് നമ്പർ ആണെന്നുണ്ടെങ്കിൽ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്, കുറച്ചുകൂടെ നല്ലതാണെന്നുള്ളതാണ്. അഞ്ചാമത്തെ കേസ് ക്യാൻഡിൽ കൺഫർമേഷൻ. റിവേഴ്സൽ കൺഫർമേഷൻസ് വരുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഫോർമേഷൻസുകൾ വന്നു കഴിഞ്ഞാൽ അതും ഒരു സാധ്യതയായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ എൻട്രി മെത്തേഡ് നോക്കാം. എങ്ങനെയാണ് നമ്മൾ എൻട്രി ചെയ്യാന്നുള്ളത്. ബ്രേക്ക്ഔട്ട്സിൻ്റെ എൻട്രി 3 നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ റിവേഴ്സൽ സെറ്റപ്സ് വരുന്ന സമയത്ത് എങ്ങനെ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിജക്ഷൻ ക്യാൻഡിൽ എൻട്രിയാണ്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സപ്പോർട്ട് ലെവലിൽ ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടും ഒരു ഹാമർ ക്യാൻഡിലോ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ ഫോർമേഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ബൈ എബോവ് ഹൈ ഓഫ് ദ റിജക്ഷൻ ക്യാൻഡിൽ അറ്റ് സപ്പോർട്ട് ലെവലിൽ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിന് മുകളിലായിട്ടൊരു റിജക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമെന്നുള്ളതാണ്. അത് കുറച്ചൊരു ചെറിയ ടൈം ഫ്രെയിം ആണെന്നുണ്ടെങ്കിലും 4 അവറോ അല്ലെങ്കിൽ 1 അവറൊക്കെ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള എൻട്രി എടുക്കാമെന്നുള്ളതാണ് പറയുന്നത്. ഈ രണ്ടാമത്തെ കേസ് പറയുന്നത് കൺഫർമേഷൻ ക്യാൻഡിൽ എൻട്രിയാണ്. കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള എൻട്രിയാണ്. വെയിറ്റ് ഫോർ എ സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ടു ക്ലോസ് എബോവ് സപ്പോർട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് റിജക്ഷൻസ് വന്നാൽ ഉടനെ ട്രേഡും എടുക്കുമെങ്കിൽ
പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് ആ ക്യാൻഡിൽ ക്ലോസിംഗ് നോക്കിയിട്ടാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ ക്ലോസിംഗ് ആണോ നടത്തിയിട്ടുള്ളത്, റിവേഴ്സൽ ക്യാൻഡിൽ ഫോർമേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു എൻട്രി എടുക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സേഫാണ്. ബിഗിനർ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ളൊരു എൻട്രി മെത്തേഡും കൂടിയാണ് ഈ ഒരു എൻട്രി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു എൻട്രി ആണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള എൻട്രി ആണ്. നമ്മൾ ജസ്റ്റ് സപ്പോർട്ട് ലെവൽ വന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നു എന്ന് കരുതിയിട്ട് എൻട്രി നേരത്തെ പ്ലാൻ ചെയ്യുമല്ല. കുറച്ചുകൂടെ കൺഫർമേഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പം സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു മൈനർ ഡൗൺ ട്രെൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ മേജർ ഡൗൺ ട്രെൻഡ് ആവാം. ഏത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ ക്യാൻഡിൽ കൺഫർമേഷൻ നോക്കി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലാണ് എൻട്രി പ്ലാൻ ചെയ്യുക, അല്ലേ? ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അവിടെ നിന്ന് റിവേഴ്സായി പോകാമെന്നുള്ളൊരു പ്രോബിലിറ്റിക്ക് പുറത്താണ് നമ്മൾ ആ എൻട്രി പ്ലാൻ ചെയ്യുന്നത് മാത്രം, അല്ലേ? പക്ഷേ ഇവിടെ എന്താണ് ചെയ്യുന്നത്? സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് വന്നു, ദെൻ അപ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷമായിരിക്കും, അതായത് ട്രെൻഡിന് അനുകൂലമായിട്ട് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അവിടെ ഒരു മൈനർ ഡൗൺ ട്രെൻഡ് ബ്രേക്സ് നടക്കണം, ഒരു അപ് ട്രെൻഡിലേക്കുള്ളൊരു ഷിഫ്റ്റിംഗ് നടക്കണം. ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഇവിടെ ഞാൻ വേദാന്ത എന്ന് പറയുന്ന കമ്പനിയുടെ ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ്, ഇതൊരു വീക്കിലി സപ്പോർട്ടാണ് കേട്ടോ, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വീക്കിലി സപ്പോർട്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് അഗ്രസീവായിട്ട് നല്ല രീതിയിൽ സെല്ലിംഗ് നടത്തി ഇവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്, അല്ലേ? വീണ്ടും ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് തിരിച്ച് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ കാണാൻ സാധിക്കും, അല്ലേ? നല്ലൊരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് നടക്കുന്ന സമയത്ത് അപ്പ് സൈഡിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഈ സപ്പോർട്ട് ലെവലിൽ എത്തിയ ഉടനെ തന്നെ അവിടുത്തെ കൺഫർമേഷൻ, അവിടെ നിന്ന് റിജക്ഷൻ കൺഫർമേഷൻസും അതുപോലെ തന്നെ ഇവിടെ നിന്ന് വോളിയം ബിൽഡപ്പും കാര്യങ്ങളും നോക്കിയിട്ടല്ല നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് നടത്തി അപ്പ് ട്രെൻഡിലേക്ക് മാറുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ടാണ് എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെയിലി ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീക്കിലി നമ്മൾ സ്ട്രോങ് സപ്പോർട്ട് ലെവലുകൾ മനസ്സിലാക്കി ഡെയിലിയിൽ നമ്മൾ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടത്തിയതിന് ശേഷം നിയറസ്റ്റ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസും കൂടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ മാർക്കറ്റ് റീച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. കൂടാതെ ഇവിടെ ഞാൻ 2 ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 EMA ആണ്, ഒന്ന് 20 EMAയും 50 EMA ആണ്. ഓക്കെ, ഇതിൻ്റെ ക്രോസ് ഓവറാണ് ഞാൻ അപ് ട്രെൻഡിലേക്കുള്ള ഷിഫ്റ്റിംഗ് കൺഫർമേഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കാണാം 50 EMA ആൻഡ് 20 EMA. അപ്പോൾ 50 EMA എന്ന് പറയുന്നത് റെഡ് ലൈൻ ആണ്, 20 EMA എന്ന് പറയുന്നത് ബ്ലാക്ക് ലൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ക്രോസ് ഓവർ നടക്കുന്നത് കാണാൻ സാധിക്കും, അല്ലേ? ഓരോ സെക്ഷനിലും ക്രോസ് ഓവർ നടക്കുന്നുണ്ട്. 50 EMA താഴെയും 20 EMA മുകളിലുമാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ 50 EMA മുകളിലും 20 EMA താഴെയുമാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ്. ഇവിടെയൊക്കെ നോക്കിയേ, ഇവിടെയൊക്കെ അപ് ട്രെൻഡ് ആയിരുന്നു, ദെൻ 20 EMA താഴേക്ക് ക്രോസ് ചെയ്തു, 50 EMA മുകളിലായി. അപ്പോൾ മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ് നമുക്ക് പറയാൻ സാധിക്കും. ദെൻ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ആ ഒരു ക്രോസ് ഓവർ പിന്നെയും നടക്കുന്നത്. 20 EMA മുകളിലേക്കും പോയി, 50 EMA താഴെയും പോയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ആ സമയത്ത് അപ് ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. സപ്പോർട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നിയറസ്റ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് നടത്തി അപ് ട്രെൻഡിലേക്ക് മാറി എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു സമയത്താണ് എനിക്കിവിടെ എൻട്രി പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുക. കൂടാതെ EMA നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. EMA കണ്ടോ നിങ്ങൾക്ക്? നല്ലൊരു സപ്പോർട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നല്ലേ? സപ്പോർട്ടായിട്ട് ഈ പോയിന്റിലൊക്കെ റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ടും നമുക്കവിടെ കാണാൻ സാധിക്കും. പൊതുവേ ഇൻഡിക്കേറ്റേഴ്സ് ലാഗിങ് ആണെന്ന് പറയാറുണ്ട്. വളരെ കുറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അതിലൊരു ഇൻഡിക്കേറ്റേഴ്സാണ് ഈ EMA 20, 50 EMA എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഒരു ഡെയിലി ക്യാനിൽ സ്ട്രോങ് റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു, അവിടെ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെയായിട്ടും പ്ലാൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നല്ലൊരു മൂവ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിളാണ്, ചാർട്ട് എക്സാമ്പിളാണ്. നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം 20 EMA 50 EMA കാണാൻ സാധിക്കുന്നുണ്ട്. 50 EMA മുകളിലാണ്, 20 EMA താഴെയാണ്. മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് മാർക്കറ്റ് EMA ക്രോസ് നടത്തുന്നത്, അല്ലേ? ക്രോസ് ഓവർ നടക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ്. ഓക്കെ, പ്രീവിയസിൽ നോക്കുന്ന സമയം നല്ലൊരു സപ്പോർട്ട് ലെവലാണ്. ആ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നു, ദെൻ നിയറസ്റ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നു, അല്ലേ? മാർക്കറ്റിൻ്റെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണം.
ഇവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താണ് ഡൗൺ ട്രെൻഡാണ്. മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് മാറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് EMAയിൽ സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. വളരെ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ വീണ്ടും റെസിസ്റ്റൻസിൻ്റെ മുകളിൽ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്തു. ഈ ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇതിനെ ക്രോസ് ഓവർ നടന്നതിന് ശേഷം EMAയിൽ സപ്പോർട്ട് എടുത്തിട്ടില്ല. ഓക്കെ, EMAയിൽ സപ്പോർട്ട് എടുക്കുന്നത് ഈ ഒരു പോയിന്റ് വെച്ചാണ്. അപ്പോൾ EMA സപ്പോർട്ട് എടുത്ത കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് എൻട്രി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ EMA ഇവിടെ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ്, റെസിസ്റ്റൻസ് ലെവൽ മുകളിൽ കിടക്കുന്നുണ്ട് അല്ലേ. അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അഗെയിൻ ആ റെസിസ്റ്റൻസ് ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് റീച്ച് ചെയ്തതിന് ശേഷമായിരിക്കും എൻട്രി പ്ലാൻ ചെയ്യുക. അതായത് റെസിസ്റ്റൻസ് ലെവലിൻ്റെ മുകളിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ലെവൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എൻട്രി പ്ലാൻ ചെയ്യാം. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡലിൻ്റെ താഴെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ആൻഡ് 1:2 റിസ്ക് റിവാർഡിൽ നമുക്ക് ട്രേഡ് അവിടെ പ്ലാൻ ചെയ്യാം. 1:2 റിസ്ക് റിവാർഡിൻ്റെ കാര്യമൊക്കെ ഞാൻ അവസാനം പറയാം കേട്ടോ. അതായത് നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ദെൻ അതിന് അനുപാതമായിട്ടുള്ള ടാർഗറ്റ് നമുക്ക് അവിടെ പ്ലാൻ ചെയ്യാൻ പറ്റും. എപ്പോഴും നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്ന സമയത്ത്, സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത്, സപ്പോസ് നിങ്ങളൊരു 10 രൂപയുടെ റിസ്ക് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു 20 രൂപയുടെ മിനിമം 20 രൂപയുടെ ടാർഗറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. കൂടാതെ ഈ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് വോളിയം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. വോളിയം ബിൽഡപ്പും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതും നല്ലൊരു റിവേഴ്സൽ സെറ്റപ്പ് എൻട്രിയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഓൾറെഡി നമ്മൾ ബ്രേക്ക് ഔട്ട്സും ഡിസ്കസ് ചെയ്തു, സപ്പോർട്ടിൽ നിന്ന് റിവേഴ്സ് ആവുന്ന സിറ്റുവേഷൻസും ഡിസ്കസ് ചെയ്തു. ഇനി ഒരു റേഞ്ചിങ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം മാർക്കറ്റ് അപ് ട്രെൻഡിൽ പോകുന്നുണ്ട്. ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്ത് അപ് ട്രെൻഡിൽ പോകുന്നു. ലോവർ ലോസും ലോവർ ഹൈസും ക്രിയേറ്റ് ചെയ്ത് ഡൗൺ ട്രെൻഡ് പോകുന്നു. ഈക്വൽ ഹൈസ് ആൻഡ് ഈക്വൽ ലോസ്, ഓൾമോസ്റ്റ് ഈക്വൽ ഹൈസ് ആൻഡ് ഈക്വൽ ലോസും ക്രിയേറ്റ് ചെയ്ത് ഒരു റേഞ്ച് മാർക്കറ്റും ഉണ്ടാകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ മൂന്നാമത്തെ നമ്മളൊരു സ്ട്രാറ്റജിയാണ് റേഞ്ച് സ്വിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. വളരെ റെയറായിട്ടാണ് ചെയ്യാറുള്ളത്, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, റിസ്ക് കുറച്ച് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ സ്വിങ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് റേഞ്ച് സ്വിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിൻ്റെ ചെക്കിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ എ ക്ലിയർ റേഞ്ച്. ഒരു ക്ലിയർ റേഞ്ച് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അല്ലാതെ ഏറ്റക്കുറച്ചിലുകൾ പാടില്ല. ഒരു നല്ലൊരു റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ചെക്ക് റിവേഴ്സൽ ക്യാൻഡിൽ അറ്റ് എഡ്ജസ്. ഓക്കെ, ഓരോ സപ്പോർട്ട് ലെവലിലും നല്ല ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സപ്പോർട്ടിൽ നിന്ന് റിവേഴ്സ് ആകുമ്പോഴാണല്ലോ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുക. അതാണല്ലോ റേഞ്ചിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ഹൈസും ഈക്വൽ ലോസും ആയിരിക്കും. ആ ലോകളിൽ നിന്ന് വീണ്ടും ഹൈയിലേക്ക് പോകുന്ന ആ ഒരു മൊമെൻറ്റമാണ് നമുക്ക് ക്യാപ്ചർ ചെയ്യേണ്ടത്. അപ്പോൾ സപ്പോർട്ട് ലെവലിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള റിജക്ഷൻ ക്യാൻഡിൽ ഫോർമേഷൻസുകൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വോളിയം കൺഫർമേഷനാണ്. അപ്പോൾ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് പാർട്ടിസിപ്പേഷൻ നല്ല രീതിയിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. നാലാമത്തെ കേസ് ബെസ്റ്റ് ടൈം ഫ്രെയിംസ് 4 hour ആൻഡ് ഡെയിലി ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ വീക്കിലി ഡിസ്കസ് ചെയ്തു അല്ലേ. പക്ഷേ ഈ ഒരു കേസിൽ 4 hour ആ റിജക്ഷൻ ക്യാൻഡിൽ കൺഫർമേഷനാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം 4 hour ഡെയിലി ടൈം ഫ്രെയിമോ നോക്കിയാൽ മതി. അവിടെ ഹാമറോ മോർണിംഗ് സ്റ്റാറോ ഏതെങ്കിലും ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അവിടെയാണ് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുക. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുക. ഈ എൻട്രി സ്റ്റൈൽ എന്ന് പറയുന്നത് ബൈ അറ്റ് സപ്പോർട്ട് സോണാണ്. ഓക്കെ, ആ സപ്പോർട്ട് സോണിൽ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ക്രൈറ്റീരിയാസ് ഒന്നുമില്ല. സ്റ്റോപ്പ് ലോസ് ആ ലോയ്ക്ക് താഴെ വയ്ക്കാം. ആ സപ്പോർട്ട് ലെവലിൻ്റെ താഴെ നമുക്ക് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ചാർട്ട് കാണിച്ചു തരാം. അപ്പോൾ ITCയുടെ ചാർട്ടാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം അല്ലേ, നല്ല രീതിയിൽ സൈഡ് വേസ് ആണ് മാർക്കറ്റ് അല്ലേ. ഇപ്പോൾ നല്ല സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നല്ല സപ്പോർട്ടുകൾ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റിലൊക്കെ മാർക്കറ്റ് റിവേഴ്സ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പോയിന്റിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാന്നുള്ളതാണ് വിത്ത് ക്യാൻഡിൽ കൺഫർമേഷൻ. അതുപോലെ തന്നെ വോളിയം കൺഫർമേഷൻ. ഇവിടെയൊക്കെ നമുക്ക് വോളിയം കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ലെവൽ വരെ ആയിരിക്കണം. ഓക്കെ, ഫൈനൽ ടാർഗറ്റ് റെസിസ്റ്റൻസ് ലെവൽ വരെയുള്ളൂ. അതിന് മുകളിലോട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണെന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സ്വിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പർ ആയിരിക്കണം. ഇപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് റൂളിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സപ്പോസ് 1 ലക്ഷം രൂപയുണ്ട്, ഒരു 1 lakh rupees ഉണ്ടെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെർ ട്രേഡിൽ 1 to 3% വരെ മാക്സിമം റിസ്ക് എടുക്കാൻ പാടുള്ളൂ. അതായത് 1000 ആവാം, 2000 ആവാം, മാക്സിമം പോയി കഴിഞ്ഞാൽ 3000 വരെ നിങ്ങൾ റിസ്ക് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ പാടില്ല. നമ്പർ 2, യൂസ് സ്റ്റോപ്പ് ലോസ് ബിഫോർ എൻട്രി. അപ്പോൾ നിങ്ങളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ എവിടെ സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണം. നിങ്ങൾ എൻട്രി ചെയ്യുന്നതിന് മുന്നേ സ്റ്റോപ്പ് ലോസ് എവിടെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണം എന്നുള്ളത് നിർബന്ധകരമായുള്ള കാര്യമാണ്.
അതിനനുസരിച്ചിട്ടായിരിക്കും എത്രത്തോളം റിസ്ക് നിങ്ങൾ എടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. ഇനി മൂന്നാമത്തെ കേസിൽ അവോയ്ഡ് ആവറേജിങ് ലൂസിങ് ട്രേഡ്. നിങ്ങളൊരിക്കലും നിങ്ങൾക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന ട്രേഡിൽ ആവറേജ് ചെയ്യാൻ പോകരുത്. വലിയ നഷ്ടത്തിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിരമിഡിങ് ചെയ്യാം, അത് പിന്നെയും കുഴപ്പമില്ല. നിങ്ങൾക്ക് വിൻ ചെയ്യുന്ന ട്രേഡുകൾ വേണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടെ ആഡ് ചെയ്ത് വലിയൊരു പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. പക്ഷേ ലോസിങ് ആവുന്ന ട്രേഡുകൾ ഒരിക്കലും ആവറേജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി അവസാനത്തെ കേസ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ റിവാർഡ് ഓഫ് 2:1. ഓക്കെ, അതായത് നിങ്ങളെപ്പോഴും റിവാർഡ് 2 രൂപ എടുക്കാൻ ശ്രമിക്കുക. റിസ്ക് 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 5 രൂപ റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപ ടാർഗറ്റ് എടുക്കാൻ ശ്രമിക്കുക, അതായത് റിവാർഡ് എടുക്കാൻ ശ്രമിക്കുക. എപ്പോഴും നിങ്ങൾ 1:2 റിസ്ക് വാർഡ് റേഷ്യോയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് നിങ്ങൾ പ്രോഫിറ്റിലാവും. അപ്പോൾ നിങ്ങളെ സ്ട്രാറ്റജി, ഇപ്പോൾ പലർക്കും പല സ്ട്രാറ്റജി ആയിരിക്കും. ചിലപ്പം ഒരു 50% വിന്നിങ് റേഷ്യോ ഉള്ള സ്ട്രാറ്റജി ആയിരിക്കും, ചില ആളുകൾക്ക് 60% ഉണ്ടായിരിക്കും, ചില ആൾക്ക് 30 ഉണ്ടായിരിക്കും, ചില ആൾക്ക് 40 ഉണ്ടായിരിക്കും, അല്ലേ? 100% ഉള്ള സ്ട്രാറ്റജി ഇല്ല ശരിക്കും പറഞ്ഞാൽ, അല്ലേ? 90 വരെ നമുക്ക് പിടിക്കാം, പിന്നെയും കുഴപ്പമില്ല. 100% സ്ട്രാറ്റജി ഇല്ല. അപ്പോൾ പലർക്കും പല സ്ട്രാറ്റജീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ 1:2 മിനിമം 1:2 റേഷ്യോയിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ, അതായത് 10 രൂപ നിങ്ങൾ റിസ്ക് എടുക്കുന്നെങ്കിൽ 20 രൂപ ടാർഗറ്റ് എടുക്കുന്ന ട്രേഡിംഗ് മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അൾട്ടിമേറ്റ് പ്രോഫിറ്റിലായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിക്കാം. അപ്പോൾ ഒരു 100 രൂപയ്ക്ക് നിങ്ങൾ ട്രേഡ് എടുത്തു. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് 90 രൂപയാണ് ആൻഡ് ടാർഗറ്റ് 120 രൂപയാണ്. അതായത് 20 രൂപ ടാർഗറ്റും 10 രൂപയുടെ സ്റ്റോപ്പ് ലോസുമാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് വിചാരിക്കാം. നിങ്ങളിവിടെ ഒരു 100 രൂപയ്ക്ക് എൻറ്റർ ചെയ്തു ആൻഡ് 120 ആണ് നിങ്ങളെ ടാർഗറ്റ്, 90 രൂപ നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ആണ്. ഓക്കെ, 10 രൂപ നിങ്ങളെ സ്റ്റോപ്പ് ലോസ്, 20 രൂപ നിങ്ങളുടെ ടാർഗറ്റാണ്. അപ്പോൾ ടോട്ടലി നിങ്ങളൊരു 10 ട്രേഡ് എടുത്തു, 10 ട്രേഡ്സ് എടുത്തു എന്ന് കരുതാം. ഓക്കെ, 10 ട്രേഡ്സ്, അതിൽ 6 എണ്ണം നിങ്ങൾക്ക് ലോസായി, 6 എണ്ണം ലോസായി, 4 എണ്ണം വിൻ ചെയ്തു, 4 എണ്ണം നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 1:2 റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ 6 എണ്ണം നിങ്ങൾക്ക് ലോസ് ആയിട്ടുണ്ട്. 6 എണ്ണം ലോസ് ആകുമ്പം 6 × 10 60 രൂപ, അല്ലേ? ടോട്ടലി 60 രൂപ നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് 4 എണ്ണമാണ് വിജയിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം 1:2 റിസ്ക് വാർഡ് ആയതുകൊണ്ട് 20 രൂപയുടെ ടാർഗറ്റാണ്. അപ്പം 4 × 2 = 80, അല്ലേ? 80 രൂപയുടെ ടാർഗറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ അൾട്ടിമേറ്റ് നിങ്ങൾ പ്രോഫിറ്റിലാണ്. അപ്പം ഇവിടെ പറയുന്നത് 40% വിന്നിങ് റേഷ്യോ മതി നിങ്ങൾക്ക് എന്നുള്ളതാണ്. ഈ ഒരു റിസ്ക് വാർഡിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റിസ്ക് മാനേജ്മെൻറ്റ് റൂൾ എന്ന് പറയുന്നത്. ഇനി ടൂൾസ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്, ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണ്, ട്രെൻഡിലാണ് മാർക്കറ്റ് നമ്മളെപ്പോഴും ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്, അപ്പ് ട്രെൻഡ് മാർക്കറ്റാണ് യൂസ് ചെയ്യേണ്ടത് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ മൂവിങ് ആവറേജസ് 20, 50, 200 ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 20, 50, 200 മൂവിങ് ആവറേജ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 20 മുകളിലും 50 താഴെയുമാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്പ് ട്രെൻഡ് ആണ്. അപ്പോൾ 20, 50, 200 ഉപയോഗിക്കുന്ന സമയത്ത് ആ ഓർഡറിലാണ് മൂവിങ് ആവറേജ് നിൽക്കുന്നതെങ്കിൽ മാർക്കറ്റ് അപ്പ് ട്രെൻഡ് ആവാനുള്ള ചാൻസ് വളരെയും കൂടുതലാണെന്നുള്ളതാണ്. ഇനി അടുത്തത് ട്രെൻഡ് ലൈനാണ്. നേരത്തെ നമ്മൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്ന സമയത്ത് അപ്പ് ട്രെൻഡിലേക്ക് മാറി എന്ന് പറഞ്ഞല്ലോ, അല്ലേ? ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ്, ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ, ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടത്തിയ സമയത്ത് അപ്പ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ആകുന്നു എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്കവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോ ഫോർമേഷൻസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പ് ട്രെൻഡ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷൻ വേണമെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കേസിൽ എൻട്രി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതിൽ ആദ്യത്തേത് RSI ആണ് കേട്ടോ. RSI ഇൻഡിക്കേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്നാണ് പേര്. ഇവിടെ 40 to 60 റേഞ്ചിൽ നമുക്ക് പുൾ ബാക്സ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ പറയുവാണെന്ന് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇനി രണ്ടാമത്തെ കേസ് പറയുകയാണ് MACD ആണ്. അതിൻ്റെ ക്രോസ് ഓവർ, ഇപ്പോൾ നമ്മുടെ 20, 50 മൂവിങ് ആവറേജ് ക്രോസ് ഓവർ നടക്കുന്ന പോലെ തന്നെ MACD ഇൻഡിക്കേറ്റർ ക്രോസ് ഓവർ നടക്കുന്ന സമയത്ത് നമുക്ക് സിഗ്നൽ തരുന്നുണ്ട് മാർക്കറ്റ് ബുള്ളിഷിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ടോ എന്നുള്ളത്. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് ബ്രേക്ക് ഔട്ട് പ്ലസ് റീടെസ്റ്റ് പാറ്റേൺസുകൾ. ഓക്കെ, നമുക്ക് ഒരുപാട് പാറ്റേൺസുകൾ പരിചയപ്പെടാനുണ്ട്. ട്രയാങ്കിൾ പാറ്റേൺസ്, ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺസ്, W പാറ്റേൺസ്, ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസ്, അങ്ങനത്തെ പാറ്റേൺ ഫോർമേഷൻസ് വന്നിട്ടുണ്ട്. ദെൻ അത് ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ട്, റീടെസ്റ്റ് നടക്കുന്നുണ്ട് ഉള്ള കൺഫർമേഷൻസ് നോക്കിയിട്ട് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഇനി എക്സിറ്റ് ചെയ്യുന്ന മെത്തേഡുകളിൽ ഒന്നെന്ന് പറയുന്നത് ATR ഫോർ വോളറ്റിലിറ്റി ടാർഗറ്റ്സ് ആണ്. രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകളാണ്. ഇപ്പോൾ റെസിസ്റ്റൻസ് സോണിൽ എത്തുന്ന സമയത്ത് നമുക്ക് ടാർഗറ്റുകൾ ബുക്ക് ചെയ്യാം, അതൊരു മെത്തേഡാണ്. ഇനി അടുത്തൊരു മെത്തേഡാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് എൻ്റർ ചെയ്തു, 120 നമ്മൾ ടാർഗറ്റ് അല്ലേ. അപ്പോൾ ആ ഒരു കേസിൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് ട്രെയിൽ ചെയ്യാം. ഇപ്പോൾ ഒരു 110 എത്തിയെന്ന് കരുതാം. 100 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയിട്ട് മാർക്കറ്റ് 110 അപ്പോൾ നോർമലി 90 രൂപയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എങ്കിൽ 100 രൂപയിലേക്ക് മാറ്റാം, ബ്രേക്ക് ഈവനിലേക്ക് മാറ്റാം. തിരിച്ച് 100 രൂപയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവട്ടെ, അതായത് ലാഭവും നഷ്ടവും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇനി 110 നിന്ന് 115 മാർക്കറ്റ് മൂവ് ചെയ്തു. ആ സാഹചര്യത്തിൽ 100 നിന്ന് 105 നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. 115 നിന്ന് പിന്നെ 105 വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റ് ആവുകയാണ്, നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി മാറാം, എന്നാലും പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് സ്പ്ലിറ്റ് മെത്തേഡാണ്. അതും ഞാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇപ്പോൾ 110 എത്തിയെന്ന് കരുതാം. 110 എത്തിക്കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഫേസ് ചെയ്യുന്നൊരു ഏരിയ ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 100 ക്വാണ്ടിറ്റി ഞാൻ പർച്ചേസ് ചെയ്തു കരുതാം, ഞാനൊരു 50 ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യും. ബാക്കി 50 ക്വാണ്ടിറ്റി ആയിരിക്കും ഞാൻ റൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഫൈനൽ ടാർഗറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 110 എത്തുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ലാഭം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. വീണ്ടും 100 രൂപയിൽ തന്നെ വന്നു കഴിഞ്ഞാലോ ആ ലാഭം ഉണ്ടായ ലാഭം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ പകുതി ബുക്ക് ചെയ്തിരുന്നെങ്കിൽ 50% പ്രോഫിറ്റ് നമ്മുടെ കൈ കടന്നേനെ അല്ലേ. കോസ്റ്റ്ലി വന്നു കഴിഞ്ഞാൽ 50% നമ്മുടെ കൈ കടന്നേനെ. പിന്നെ നമ്മുടെ പൊസിഷനിലായിരിക്കും അത് 0 ആയിട്ട് കാണിക്കുന്നുണ്ടാവും. അൾട്ടിമേറ്റ് നമ്മൾ പ്രോഫിറ്റിലായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത് നോക്കാനുള്ളത് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NSEയിൽ 2600+ കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. NSEയിലെ കമ്പനികളിലും BSEയിലെ കമ്പനികളിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എങ്കിലും NSEയിലെ കമ്പനികളാണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കൂടുതൽ ലിക്വിഡിറ്റി, ആളുടെ പാർട്ടിസിപ്പേഷൻസ് കൂടുതലായിട്ടുള്ളത് NSEയിലാണ്. അപ്പോൾ 2600+ കമ്പനീസുകൾ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ ഏത് കമ്പനി ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മെത്തേഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ചില മെത്തേഡുകൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നിയർ 52 വീക്ക് ഹൈ ബ്രേക്ക്ഔട്ട്സ് ആണ്. കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ, ഓക്കെ, നമുക്കറിയാം റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ റെസിസ്റ്റൻസ് ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും അല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 52 ആഴ്ചകൾക്ക് മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ പുതിയ റെസിസ്റ്റൻസ് ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് നോക്കിയിട്ട് നമുക്ക് നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത്തെ കേസ് ക്രിയേറ്റ് Nifty 50 സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ്. നമുക്കറിയാം Nifty 50 സ്റ്റോക്കുകൾ 50 സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല കമ്പനികളാണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ആ കമ്പനികളുടെ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കമ്പനികളിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടോ നോക്കാം അല്ലേ. വീക്കിലി വൈസ് നമുക്ക് രണ്ടാമായിട്ട് ചെക്ക് ചെയ്ത് പോകാം. റെസിസ്റ്റൻസ് ലെവലാണോ, അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സപ്പോർട്ട് ലെവലാണോ, അത് അവിടെ നിന്ന് റിവേഴ്സ് ആവുന്നുണ്ടോ, അങ്ങനത്തെ കൺഫർമേഷൻസ് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നുള്ളതാണ്. മൂന്നാമത്തെ കേസാണ് നിയർ 200 EMA സ്റ്റോക്സ് എന്ന് പറയുന്നത്. 200 EMA നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത്, നേരത്തെ നമ്മൾ 20-50 മൂവിങ് ആവറേജ് ആഡ് ചെയ്ത പോലെ 200 EMA നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും സ്റ്റോക്കുകളെല്ലാം സപ്പോർട്ട് ലെവലിൽ നിന്ന് റിവേഴ്സ് ആവുന്നത്. 200 EMAയിൽ വന്ന് ടെസ്റ്റ് ചെയ്യുന്നു, ദെൻ റിവേഴ്സ് ആവുന്ന സിറ്റുവേഷൻസുകൾ കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ 200 EMA സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്ന, നല്ല സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സപ്പോർട്ട് ലെവലാണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ആ ഒരു രീതി ഉപയോഗിച്ച് നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് വെബ്സൈറ്റ് ആണ്. ഓക്കെ, നമ്മൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്റ്റോക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെബ്സൈറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് വെബ്സൈറ്റുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് ചാർട്ടിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റും കൂടിയാണ്, ഞാൻ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റും കൂടിയാണ് ചാർട്ടിംഗ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റം ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും, കസ്റ്റമായിട്ട് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ റിയൽ ടൈം സ്കാനിങ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ചാർട്ടിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് ഫിൽറ്റർ ചെയ്ത് തരുന്ന ഒരു മെത്തേഡും കൂടെ ഉണ്ട്. അപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്ക്രീനേഴ്സ് നമുക്ക് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. രണ്ടാമത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് screener.in ആണ്. അപ്പം നിങ്ങളോട് ഇപ്പോൾ ആരെങ്കിലും ഒരു കമ്പനിയെക്കുറിച്ച് ചോദിക്കാമെന്ന് വിചാരിക്കാം. ആ കമ്പനി എന്താണ് പരിപാടി, ഏത് സെക്ടറിലാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആ സ്റ്റോക്കിൻ്റെ പരിപാടി എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും അത് ഏത് സെക്ടറിലാണെന്നുള്ളതൊക്കെ എല്ലാ കാര്യവും ഫുൾ ഫണ്ടമെൻ്റൽ ഡാറ്റാസ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് screener.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. screener.inൽ നിങ്ങൾ ആ ഒരു സ്റ്റോക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പരിപാടികളും, ആ കമ്പനി എന്താണ് ചെയ്യുന്നത് ആൻഡ്
ഫുൾ ഡാറ്റാസ് ഫണ്ടമെൻ്റൽ ഫുൾ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഫണ്ടമെൻ്റൽ പ്ലസ് ലോങ് ടൈം ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. PE, ROE, ROC, ഗ്രോത്ത് ഫിൽറ്റേഴ്സ് എല്ലാം നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, എത്രമാത്രം ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡാറ്റാസും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. എല്ലാ ഡാറ്റാസും നമുക്ക് അവൈലബിൾ ആണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റ് യുവർ ഓൺ ഫോർമുലാസ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫോർമുലാസ് കൊടുത്തിട്ട് നമുക്ക് തന്നെ കസ്റ്റം ചെയ്തെടുക്കുക എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഇനി investing.com ആണ് അടുത്ത വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ആണല്ലോ ചെയ്യുന്നത് അല്ലേ, ഒരു 3 മാസമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഗ്ലോബൽ ഡാറ്റാസും കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്തെങ്കിലും നെഗറ്റീവ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോക്കിനെ അത് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ പ്ലസ് ഇന്ത്യൻ മാർക്കറ്റ്സിൻ്റെ ന്യൂസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്ന ഒന്നാണ്. അതിന് വേണ്ടിയിട്ട് investing.com എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ഫിൽറ്റേഴ്സ് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. മൾട്ടി എക്സ്ചേഞ്ച് സ്ക്രീനിങ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബ്രേക്ക്ഔട്ട് സിഗ്നൽസ് അവൈലബിൾ ആണ്. ബ്രേക്ക്ഔട്ട്സ് നടക്കുന്ന സ്റ്റോക്കുകളുടെ സിഗ്നൽസും നമുക്ക് അതിനകത്ത് കിട്ടും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഡെയിലി ഓർ വീക്ക്ലി സ്വിംഗ് ട്രേഡർ റൊട്ടീനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഡേ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും സ്റ്റോക്ക് സെർച്ച് ചെയ്തെടുത്ത് ദെൻ ഇന്ന സ്റ്റോക്ക്, അല്ലെങ്കിൽ ചില ആളുകൾ ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും, ഇത്ര സ്റ്റോക്കിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ചില ആളുകൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്, ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ മെത്തേഡുകളാണ്, ഓരോരോ സ്ട്രാറ്റജീസ് ആണല്ലോ. അപ്പോൾ നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്വിംഗ് ട്രേഡിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം സെക്ടർ സ്കാനാണ്. ഓക്കെ, എല്ലാ സമയത്തും ഒരു സെക്ടർ പെർഫോം ചെയ്തോളുന്നില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴും IT സെക്ടർ പെർഫോം ചെയ്യണമെന്നില്ല. ഇപ്പോൾ മഴക്കാലം വരുവാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ പെർഫോം ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ ഓരോ കാലഘട്ടത്തിലും ഓരോ സെക്ടർ പെർഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ സെക്ടേഴ്സ് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടോ, ഇന്ന സമയത്ത് പെർഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ടോ എന്നുള്ളത് ഓരോ സെക്ടർ വൈസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ബിൽഡ് എ വാച്ച് ലിസ്റ്റ്. നല്ലൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എല്ലാ വീക്കും നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, ഒരു പാസീവ് ഇൻകമാണ് സ്വിംഗ് ട്രേഡിങ്ങിലൂടെ ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എപ്പോഴും നോക്കി ഉത്തിരിക്കത്തില്ലല്ലോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് വന്നതിന് ശേഷം ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് നല്ലൊരു സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ പറ്റും നോക്കുക. അല്ലെങ്കിൽ വീക്കെൻഡ് ആവുന്ന സമയത്ത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഇരുന്നിട്ട് നല്ല സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അതൊരു വാച്ച് ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ചിലപ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുക. റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ടിലും സപ്പോർട്ടിൽ നിന്ന് റിവേഴ്സ് ആകുന്ന സിറ്റുവേഷൻസിലാണല്ലോ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ലോങ്ങർ പീരീഡ് നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ നോക്കി നിൽക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അലേർട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. സ്റ്റോക്ക് നിങ്ങൾ കണ്ടെത്തി വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അലേർട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാർക്കറ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. പറയുവാണ്, അലേർട്ട് പറയുവാണ്, നിങ്ങൾക്ക് എൻട്രി ചെയ്യാനുള്ളൊരു എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം, നോക്കാം എന്നുള്ള രീതിയിൽ അവിടെ കാണാൻ സാധിക്കും. ഇനി നാലാമത്തെ കേസ് എന്ന് പറയുന്നത് റിവ്യൂ ഓപ്പൺ പൊസിഷൻ. അപ്പോൾ നമ്മൾ സ്വിംഗ് ട്രേഡ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പൊസിഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എന്താണ് കണ്ടീഷൻ എന്ന് നോക്കുന്നത് എന്നൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് എൻഡ് ആവുന്ന സമയത്തും എന്താണ് അവസ്ഥ, പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ടോ, നെഗറ്റീവായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുവാണോ, എന്താണെന്നുള്ള അവസ്ഥ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ അടുത്തത് എൻഡ് ഓഫ് ഡേ അനാലിസിസ് ആണ്. അതായത് എല്ലാ ദിവസവും മാർക്കറ്റ് വർക്ക് ചെയ്തു, ദെൻ എൻഡ് ആവുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് അരമണിക്കൂർ ഇത് ഒന്ന് സ്പെൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് വീക്ക്ലി എങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് ഒരു നല്ല ഓപ്ഷനാണ് കേട്ടോ. വീക്ക്ലി എന്താണ് നിങ്ങളെ മാർക്കറ്റിന് സംഭവിച്ചിട്ടുള്ളത്, നിങ്ങളെ സ്റ്റോക്കുകൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണ്, വാച്ച് ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്താറായിട്ടുണ്ട്, കുറച്ചും കൂടെ അഗ്രസീവായിട്ട് നിൽക്കാമല്ലോ ആ സ്റ്റോക്കിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എൻഡ് ഓഫ് ഡേ അനാലിസിസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ബേസിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന്
ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, കൂടുതലായി ഡീപ്പായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ എങ്ങനെയാണോ സ്വിംഗ് ട്രേഡ് ചെയ്യാറുള്ളത്, ഓൾറെഡി സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകളും ഈ വീഡിയോ കാണാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനെയാണോ ചെയ്യാറുള്ളത്, അഡീഷണലി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.